ഒരുമാതിരി മറ്റടുത്ത മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഇവിടെ ഒരു QR കോഡ് ഉണ്ട്. ഇത് സ്കാൻ ചെയ്ത് നമുക്ക് സൊല്യൂഷൻ കിട്ടും. നമുക്ക് സൊല്യൂഷൻ സ്കാൻ ചെയ്ത് നോക്കാം. എല്ലാവരും ഷെയർ ചെയ്യണേ. സൊല്യൂഷൻ ഗൈസ്, മാത്സിൻ്റെ സൊല്യൂഷൻ ആണ് ഗൈസ്. CBC ലൈഫ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ QR കോഡ് ഉണ്ട്. എന്താ ഇതെന്താ ഗൈസ്? ഇവ ഒന്ന് വന്നേ. എന്നിങ്ങനെ അന്താളിച്ച് നോക്കുന്ന ഇങ്ങനെ അയ്യവന് കഴിവറന്ന് പറഞ്ഞിട്ടുള്ള രീതിയില് ഇങ്ങനെ ലൈഫ് ലോങ് പേടിച്ച് ജീവിക്കാനാണോ പ്ലാൻ? ആണോന്ന്? അല്ല. എന്റെ അമ്മോ, ആറ്റിറ്റ്യൂഡ് റൊമാൻറ്റിക് സീന് റൊമാൻറ്റിക് അങ്ങേര് വിഷയമാ. ചന്ദ്ര ടിവിയുടെ ബസ് ഞാൻ പാർക്കിംഗ് മൾട്ടിപ്ലയർ ചെയ്തത്. നിത്യ കല്യാണി ഏളമ്മ തുളസി കോമലവേണി നീലവർണ്ണനാരാണി നിത്യ കല്യാണി. ഓ നൈസ് നൈസ്. Listen, I know I'm interrupting your music and I'm really sorry, but I promise I'll be just a quick second. I'm Aryan. സത്യോടെ കാറിലൊക്കെ ഇടുമ്പത്തേക്ക് ഒരു മൂഡിൽ വരുമ്പത്തേക്ക് അടുത്ത ഫോട്ടോ വരുമ്പത്തേക്ക് ഇതൊക്കെ വരും. എന്തൊക്കെയാ മക്കളെ, ലൈഫ് ഈസ് സൂപ്പർ ഹാർഡ്. ഓൾവേസ് റിമെമ്പർ ടു പോസ് ആൻഡ് ടേക്ക് എ ബ്രീത്ത്. റെക്കോർഡ് എന്താ എന്റെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ്. ബ്രോഡ്കാസ്റ്റിലുള്ള എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നമ്മുടെ ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ചിരിക്കുന്നു. ആൻഡ് ദേവൂട്ടൻ്റെ ബർത്ത്ഡേയും ഇന്ത്യ വേൾഡ് കപ്പും ഒരേ ദിവസം അച്ചീവ് ചെയ്തതിൽ ആസ് എ ക്രിക്കറ്റ് ഫാൻ ഞാൻ ഭയങ്കര ഹൃദംഗ പുളകിതനാണ്. അതെ, ഹൃദംഗ പുളകിതനാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ പ്രേയേഴ്സ് ആൻഡ് സപ്പോർട്ട്. ഇന്ത്യൻ ടീമിന് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും അതുപോലെ ദേവൂട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും ബോധമില്ല, ഒരു തരി ബോധമില്ല. നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമസ്കാരം. എന്റെ വൈഫിന് പിന്നെ ഉമ്മ കൊടുത്തിട്ടുണ്ടാവില്ല ഇങ്ങനെ കള്ളുകൂടിയൻ. നമ്മളറിയാതെ ആരോ നമ്മളെ ഫോളോ അത് ഫോളോയിങ് അല്ല, അതൊരു ബാക്കപ്പ് ആണ്. മനസ്സിലില്ലേ, നമുക്ക് എപ്പോ അടി കൊണ്ടാലും ഒരു ബാക്കപ്പ് ഉണ്ട്. കൊറേ ഇറക്കുന്നുണ്ടല്ലോടാ. തുളസി കോമലവേണി നീലവർണ്ണനാരാണി നിത്യ കല്യാണി. നൈസ് നൈസ് നൈസ്. ആ പാട്ട് കേൾക്കുമ്പോ തന്നെ ഒരു ഇല്ലാത്ത രോമാഞ്ചം നമുക്ക് വരും.
എടാ ഒരുത്തൻ വീഡിയോ എടാ എനിക്കൊരു വീഡിയോ കുഴപ്പമില്ല ചെയ്തേ. അതൊന്നും കുഴപ്പമില്ല, നമ്മളൊക്കെ ചെയ്താലേ കുഴപ്പമാകത്തുള്ളൂ. സിറ്റുവേഷനകത്ത് ഇറക്കി വിട്ടേക്കാം. നമ്മൾ കണ്ടല്ലേ എന്റെ പേട്. നീ തകർക്കാൻ ശ്രമിച്ച സ്കൂളില്ലേ, അതെന്റെ മോൻ പണിഞ്ഞതാ. റമദ പള്ളിക്കാരവനെ കൊല്ലാൻ പാടില്ല. കാരണം എടാ എനിക്ക് സിനിമ കാണണോടാ, എനിക്ക് ഈ സിനിമ കാണണോന്ന് ഇങ്ങനെ ഇത് ഏതിലുണ്ട് കുക്കണ്ണ? ഇതുവരെ അല്ല കണ്ട് കുക്കണ്ണ കണ്ടില്ല, ഒന്നുകൂടി കാണണം. പ്രൈമിലുണ്ട് തോന്നുന്നു. അവൻ വളർത്തിയ മണ്ണില നീയൊക്കെ ജീവിക്കണം. ഇതിനകത്ത് നീ പോലീസല്ല ആര് കയറുന്നില്ല, ഈ നാട്ടുകാർ സമ്മതിക്കണം. ഈ തുറക്ക് ഇത്രയും കാലം കാവലിൽ നിന്ന് എടുത്ത മുക്കുവര ഞങ്ങൾക്കറിയാം ഈ നാടകരെ കാക്കണമെന്ന്. ഈ റമദാ പള്ളിക്കാരുടെ സാറിന് എന്നെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അങ്ങ് കൊണ്ടുപോകും സാറേ. വീടില്ലാത്തവർക്ക് പള്ളിയൊന്നും അമയം കൊടുത്തിട്ടേ ഉള്ളൂ. ഞാനും അങ്ങനെ തന്നെ വന്നവനാ. അത് ഇന്നേ അവരാരും മതം നോക്കിയിട്ടില്ല. ഇനി പള്ളി എടാ ഇത് കാണാൻ എനിക്ക് നല്ല തല ഉണ്ടായിരുന്നു, കഴുത്തൊടിഞ്ഞ്. ജർമ്മൻ കണ്ണാപ്പിനെ അടിച്ചിട്ട് കണ്ടില്ല കേട്ടോ. Bro, this is not a cinema. നമ്മളവിടെ ഇറങ്ങി അന്ന് തന്നെ ടെലഗ്രാമിൽ നിന്ന് കണ്ട്. എടാ നീല കണ്ടി മെല്ലെ പറ പറടാ. നീലമാണെന്നും കൂടെ പറഞ്ഞേ. ഇതിലൊന്നും ഞാൻ തളരില്ല അമ്മായി. ഫിഷ് ഫ്രൈ. ഡൊമിനിക്കേ, നിന്നോട് ഞാൻ പറഞ്ഞതാ സിറ്റിക്കകത്ത് വെച്ച് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് നല്ല പിള്ളേരായിട്ട് പോവാം, വേറെ വിഷയങ്ങളൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് കാര്യമായിട്ട് സംസാരിച്ച് വിട്ട പയ്യനാ. വലിയ പ്രശ്നങ്ങളിലോട്ടൊക്കെ പോയി. പോട്ടെ, നെക്സ്റ്റ് ഫുഡ് കഴിച്ചില്ല. എനിക്ക് അറിഞ്ഞൂടെ ഇത്. നീക എന്റെ അടുത്ത് ഇന്നലെ നമ്മളൊരു സ്ഥലത്ത് വരെ പോയായിരുന്നു, ഞാൻ നീകനെ കൂടി. അന്നേരം നീകം പറഞ്ഞേ എനിക്കിപ്പത്തേക്ക് എന്നെ എടുത്തിട്ട് അലക്കുന്നൊക്കെ നീകം പറഞ്ഞു. അന്നേരം ചോദിച്ചു നീ എന്തെങ്കിലും പറയാതാൻ പറ്റും പറയത്തില്ല എന്നൊക്കെ പറഞ്ഞ്. ഇതാണെന്നാ തോന്നണം എനിക്കത്. നിന്നോടൊക്കെ എന്തെങ്കിലും അപമര്യാദ സംസാരിച്ചു കൊമ്പാണനെ നമ്മുടെ മുട്ടേ വന്നിരുന്ന ഓർമ്മയോ? കണ്ണാപ്പി ഇറങ്ങണ കണ്ണാപ്പി മതി കണ്ണാപ്പി ഇറങ്ങി വയ്യടാ, മെന്റലാണ് സത്യം പറഞ്ഞ. ഞാൻ പറഞ്ഞു, അതായത് പറയാനൊന്നും ഇല്ലെങ്കിലേ റേഡിയോ കൂടെ അവിടെ കൂട്ടാലി, മനസ്സിലായില്ലേ? ഒന്നും പറയാനില്ലെങ്കിലേ അങ്ങ് വയ്യ അങ്ങ്. ഒരു സെക്കൻഡ്,
കണ്ണാപ്പിന്നെ പോ കണ്ണാപ്പി നെക്സ്റ്റ് നിഗബ്രോ ഫുഡ് ജോസൂട്ടി എടാ നീ ടെസ്ട്രോൺ എടുത്തില്ലേ നിന്റെ മുമ്പിൽ ടി ജെ 5 എണ്ണം കയറി കൊടുത്താൽ പോലും അവൻ അടിക്കാൻ പറ്റാൻ പോള നീ അതാദ്യം മനസ്സിലാക്ക്. റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ വഴക്ക് പറഞ്ഞേട്ടോ. എനിക്ക് പെട്ടെന്ന് എനിക്ക് ദേഷ്യം ഒന്നും ആ സിറ്റുവേഷൻ വെച്ചാൽ വേണ്ട എടുക്കണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. വേണ്ടെന്ന് വെച്ചൊരു സിറ്റുവേഷൻ അവനായിട്ട് കുറെ നാളായിട്ടെ. അപ്പോ ഗോഡ് ഫാദർ അറിയത്തൊന്നുമില്ലടാ ചന്ദ്ര ഇതൊക്കെ ഒരു ത്രില്ലല്ലേ മോനെ കണ്ടായിരിക്കുമ്പോ നിന്നെ ആരും കൊണ്ടുപോകും. ഇല്ല വണ്ടിയടാ. ഞാൻ കണ്ടില്ല വണ്ടിയടാ. എന്താ ചിരിക്കുന്നത്? ചിരിച്ചൂടെ എനിക്ക്? ചന്ദ്ര സക്സസ്ഫുൾ ആയിരുന്നല്ലോ ചന്ദ്ര എന്നെ നീ അവിടെ വിറ്റത്. പക്ഷെ കുഴപ്പമില്ല ചന്ദ്ര എന്റെ പിള്ളേരെ അത്രേ ഉള്ളൂ. ഫുൾ പെയ്ഡ്. ഗോഡ് ഫാദർ ചെറുത്തേട്ടനങ്ങ് ആർപ്പിയിലങ്ങ് ഒബ്സസ്ഡ് ആവാൻ തുടങ്ങി കേട്ടോ. നമ്മൾ കണ്ട ആണ്ടവൻ சொல்றான் അരുണാചല മുടിയറാൻ. ചേട്ടൻ റോക്കിംഗ് nowadays.